സജി ജോസഫ് MLA കൂടി ചേരുന്നുണ്ട്. MLA, അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. 15ഓളം കുട്ടികൾ സഞ്ചരിച്ച ഒരു വാഹനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം? വളരെ വേദനപ്പെടുത്തുന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സങ്കടകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കുറുമാത്തൂർ പഞ്ചായത്തിലെ ചിന്മയ സ്കൂളിന്റെ ബസ് 4 മണിക്ക് സ്കൂൾ വിട്ട് മടങ്ങുന്നതിനിടയിലാണ് എന്റെ മണ്ഡലമായ ഇരിക്കൂർ മണ്ഡലത്തിന്റെ അതിർത്തിയിൽ ഇവിടെ വളക്കൈ എന്ന സ്ഥലത്ത് അപകടത്തിൽപ്പെടുന്നത്. നിയന്ത്രണം വിട്ട് മറിഞ്ഞ ബസിന്റെ അടിയിലേക്ക് ഒരു കുട്ടി തെറിച്ചു പോകുന്നതും പരിക്കേൽക്കുന്നതും നമ്മുടെ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞു. പിന്നീട് അറിഞ്ഞത് ഈ 12 കുട്ടികളെ തലപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിട്ടും ഒരു കുട്ടിയെ ഗുരുതരമായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തതായിട്ടാണ്. ആ കുട്ടി മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയാണ് അറിയാൻ ഇപ്പോൾ കേട്ടറിഞ്ഞത്. മറ്റു കുട്ടികളുടെ വിവരങ്ങളെ സംബന്ധിച്ച് ഗുരുതരമല്ലെന്നുള്ള വാർത്ത അറിഞ്ഞു. ഈ കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇതുപോലെ മരണപ്പെട്ടതായിട്ട് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വളരെ സങ്കടകരമായ സങ്കടകരമായ ഈ വാർത്ത അറിഞ്ഞ മുതൽ എല്ലാവരും നാട്ടുകാർ വളരെയേറെ കടലിലായി മാറിയിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ അല്പം ദൂരത്തായിരുന്നു, ഇപ്പോഴാണ് വാർത്ത അറിഞ്ഞത്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. നിലവിൽ താങ്കൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ടിരുന്നോ? ഞാൻ ആശുപത്രി ആളുകളുമായി സംസാരിച്ചു, അവിടെ ജീവനക്കാരുമായിട്ട് സംസാരിച്ചു. 12 പേരിൽ 11 പേരും ഇപ്പോൾ ആശുപത്രിയിൽ തന്നെയുണ്ട്. ഒരു കുട്ടി മാത്രമാണ് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. ആ കുട്ടിയാണ് മരണപ്പെട്ടതായിട്ട് അറിയാൻ കഴിഞ്ഞത്. ആരോ പറഞ്ഞു കണ്ണൂരേക്ക് ഒരു കുട്ടിയെ കൂടി കൊണ്ടുപോയി എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇല്ല, 11 കുട്ടികളും അവിടെ തന്നെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ റോഡിന്റെ ഒരു ഘടന എങ്ങനെയാണ്? ഇത് സ്ഥിരമായ അപകടം നടക്കുന്ന ഒരു മേഖലയാണോ? ഇത് അപകട സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ചെറിയ അപകടം നടന്നിട്ടുണ്ട്, വലിയ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും വളരെ ശ്രദ്ധിച്ച് വളരെ ജാഗ്രതയോടെ നിയന്ത്രണം പാലിച്ച് വണ്ടി ഓടിക്കേണ്ട ഒരു സ്ഥലമാണെന്നുള്ളത് സത്യമാണ്. ഏതായാലും ഇത് എന്താണ് ഈ കാരണം എന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് അതേക്കുറിച്ച് പറയാം. ഏതായാലും ഗൗരവമായി ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ടതും തീരുമാനങ്ങൾ എടുക്കേണ്ടതുമായിട്ടുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വ്യാപകമായി ഇതുപോലെയുള്ള ബസ് അപകടങ്ങൾ എല്ലായിടത്തും ഉണ്ടാകുന്നത് ഗൗരവമായി കാണണം. ഡ്രൈവറുടെ അശ്രദ്ധയോ വാഹനത്തിന്റെ തകരാറോ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആരോപിക്കപ്പെടുന്നുണ്ട്. അത് സംബന്ധിച്ച് ഞാൻ കൃത്യമായ കാര്യങ്ങൾ അറിയാതെ പറയുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. എന്തായാലും ഇക്കാര്യത്തിൽ ഗൗരവമായി വളരെ പെട്ടെന്ന് അടിയന്തരമായി പരിശോധിച്ച് ഉചിതമായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികളും തീരുമാനങ്ങളും സർക്കാർ കൈക്കൊള്ളുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, നന്ദിയുണ്ട് ശ്രീ സജി ജോസഫ് MLA.